പ്രഭാസിന്റെ അവസാനത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നളിയ. ഞാൻ സിനിമ കാണാൻ പോകുന്ന സമയത്ത്, ചാലക്കുടിയിൽ സിനിമ കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ സിനിമ കാണുന്ന സമയത്ത് തൊട്ട് തന്നെ പുള്ളി നല്ല സിനിമ ബഫാണ്, അത്യാവശ്യം കഥയൊക്കെ അറിയാവുന്ന ഒരാളാണ്, കൽക്കി കഥ വായിച്ചേക്കുന്ന ഒരാളാണ്. പുള്ളി ഇങ്ങനെ സിനിമ കാണുന്ന സമയത്ത് ഫസ്റ്റ് സീനിനകത്ത് പുള്ളി കൈയടിച്ചു. ഫസ്റ്റ് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് മഹാഭാരതി ഇതൊക്കെ കാണിച്ചിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത്. നല്ല രസമുള്ള ഒരു ക്വാളിറ്റി സീനായിരുന്നു കേട്ടോ. കഥയൊക്കെ അടിപൊളിയാണെങ്കിലും സ്ക്രിപ്റ്റൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിലും ഈ സിനിമ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. പുള്ളി പറയാണ്, ഇന്റർവെൽ സമയപ്പോൾ എന്നോട് പറയാണ്, ഇത് എന്താ ബ്രോയി കാണിച്ചു വെച്ചാണ്, ഇത് എന്തിട്ട് ഇവർ എടുത്തു വെച്ചേക്കണേ, പൈസ പോയി തോന്നണേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒന്ന് സമാധാനിക്ക്, എന്തായാലും കഥയൊക്കെ വായിച്ചാൽ എന്തല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യ്, കുറച്ച് നേരം കൂടി ഇരുന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടനെ പിടിച്ചിരുത്തി ഒന്ന് കണ്ടു നോക്കി. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുന്നു. ഈ ഒരു സ്പോയിലറായിട്ട് ഞാൻ പറയണില്ല, എന്താ സീനൊന്നും ഒന്നും ഞാൻ പറയണില്ല. കൽക്കി സിനിമയുടെ അവസാന ഒരു 10 മിനിറ്റിലോട്ട് എത്തുന്ന സമയത്ത് അതാണ് സാധനം. ഇത് ദാണ്ട സിനിമ എന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ എൻ്റെ തൊട്ടപ്പുറത്ത് അതുവരെ കൈയടിക്കാതെ നിന്ന് എന്ത് പടമാണ് ഈ കാണിച്ചു വെച്ചേക്കണെന്ന് ചോദിച്ചേക്കുന്ന ചേട്ടൻ എഴുന്നേറ്റ് നിന്നിട്ട് പടം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം, പൈസ വസൂല എന്ന് മാത്രമല്ല 100% അല്ല പറയുന്നത്, 200% എനിക്ക് സാറ്റിസ്ഫൈഡ് ആയെന്നുള്ളൊരു കാര്യമാണ് ആ ചേട്ടനോട് പറഞ്ഞത്. ഇത് ഞാൻ ജെന്യുവിനായിട്ട് പറഞ്ഞാണ്. ചിലപ്പോൾ ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടാവാം. ചാലക്കുടിയിലായിരുന്നു ഞാൻ കാണാൻ പോയിരുന്നു, ചാലക്കുടി സുരഭിയിൽ. ഫസ്റ്റ് ഹാഫ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. ഞാൻ എടുത്ത് പറയുന്നു, സിനിമ കാണാൻ പോകുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. ഈ കഥ മനസ്സിലാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഥയുടെ ഫ്ലോയും ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനും അവരാരാണ് എന്താണ് എന്നുള്ള സംഭവങ്ങളും ചെറിയ ഫണ്ണും ഹ്യൂമറും എന്നാൽ ചെറിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സീനും വില്ലന്മാരുടെ ഒരു സീനെ കാണിക്കുന്നുണ്ട്. കമൽഹാസൻ്റെ ഒരു അടിപൊളി സീനെ കാണിക്കുന്നുണ്ട്. പക്ഷേ വലിയ സംഭവം കാര്യമായിട്ട് തോന്നില്ല. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്ന സമയത്ത്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, 2ാം ഹാഫിലോട്ട് എത്തുന്ന സമയത്ത് പടം പോകുന്ന ഒരു ലെവൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു പടം ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു ചോദ്യം നിങ്ങൾ എന്തായാലും ചോദിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. 600 കോടി എന്ന് പറയുന്ന ബഡ്ജറ്റ് എവിടെ കൊണ്ടുപോയിട്ടാണ് കളഞ്ഞതെന്ന് 2 വർഷം മുമ്പ് നമ്മൾ ഒരു സിനിമ കണ്ടേക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഏതാ പടം എന്നൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആദിപുരുഷാണ് സിനിമ. കാർട്ടൂൺ പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി കണ്ടു നോക്കി. ഈ പടം ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് കൊണ്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടാണെങ്കിലും എന്ത് കിടുക്കം പടമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്, എന്ത് ക്വാളിറ്റി ആണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. സിനിമ കഴിയുന്ന സമയത്തുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മഹാഭാരത സീക്വൻസ് വെച്ചുകൊണ്ടാണ് അതുവരെ അടി കൊണ്ടുകൂടെ നടന്നായിരുന്ന ഒരു പ്രത്യേക ക്യാരക്ടർ അടി ഇങ്ങനെ നിന്ന് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കയ്യിൽ നിന്നാണ് ഇദ്ദേഹത്തിന് അടി കിട്ടുന്നത്. പക്ഷേ ഈ അടി കിട്ടുന്നതിന് ഒരു പരിധിയിലെന്ന് ഞാൻ അങ്ങനെ സ്വയം മനസ്സിൽ ചിന്തിച്ചേക്കുന്ന സമയത്ത് അവസാനത്തെ വെറും 10 മിനിറ്റ് കൊണ്ട് പ്രഭാസിന് ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കുന്നുണ്ട്. പ്രഭാസിൻ്റെ ക്യാരക്ടർ ആരാണ് എന്ന് റിവീൽ ചെയ്യുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട്. ആ ഒരൊറ്റ സീൻ മതി മോനെ. നിങ്ങൾ പ്രഭാസ് ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് കൈയടിക്കും, അത് ഞാൻ ഉറപ്പ് പറയണു. അശ്വതമേനൊക്കെ പിടിച്ച് സൈഡാക്കുന്ന തരത്തിലുള്ള ഒരു സാധനമായിരുന്നു പ്രഭാസിൻ്റെ ഒരു റിവീലേഷൻ എന്ന് പറയുന്നത്. മഹാഭാരതമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടുള്ള സംഭവമാണ്. എന്താണ് അതിൻ്റെ ആ ഒരു സ്പോയിലർ എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ അത്ര രസകരമായിട്ട് എനിക്ക് എൻ്റെ പഴയ ബാഹുബലിനെ സ്ക്രീനിൽ കാണാൻ പറ്റിയിരിക്കുന്ന ഒരു ഫീലായിരുന്നു. ഞാൻ ബാഹുബലിനെ ഞാൻ കണ്ടു എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പോസ്റ്റ് ബാഹുബലിക്ക് ശേഷം ഇത്രയും നല്ലൊരു ക്യാരക്ടറൈസേഷൻ കൊടുത്തേക്കുന്നതും ഒപ്പം തന്നെ പുള്ളിയുടെ മുഖത്തും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കൽക്കി 28987 എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ റോള് വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം. കാരണം അറിയാലോ, ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും അവരവരുടേതായിട്ടുള്ള രീതിക്ക് തേച്ച് മിനുക്കി നമ്മുടെ മമ്മൂക്ക പറയുന്ന പോലെ മിനുക്കി എടുത്തുക എന്ന് പറയുന്ന പോലത്തെ ആൾക്കാരാണ്. ശോഭന, അതുപോലെ കമൽഹാസൻ, പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നേക്കുന്നത്. കൂടെ വന്നേക്കുന്ന ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതലെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നിയത്. ഇതിനകത്ത് വില്ലനായിട്ട് വന്നേക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട വില്ലനായിട്ട് നമ്മുടെ കമൽഹാസനാണ് പ്രധാനപ്പെട്ട വില്ലൻ. പക്ഷേ പുള്ളിയുടെ മെയിൻ ആളായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. പുള്ളിയുടെ പേര് എൻ്റെ മനസ്സിൽ വരുന്നില്ല. പുള്ളി നല്ല സെറ്റ് സാധനം. പുള്ളിയാണ് ഇതിനൊരു സ്റ്റാർ വാഴ്സ് മോഡിലോട്ട് ആക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. പുള്ളിനെ കാണുമ്പോൾ തന്നെ ഒരു ഹോളിവുഡ് ആക്ടറിൻ്റെ ഒരു ലുക്കാണ് അത് കാണുന്ന സമയത്ത് തന്നെ തോന്നുന്നത്. അത്രയും നന്നായിട്ട് ഈ സിനിമ ആക്ടിങ് എന്നുള്ള രീതിക്ക് കൺവിൻസിങ് ആയിട്ടുണ്ട്. പിന്നെ VFXനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്ന് പറയാൻ കാരണം ഒരുപാട് എൻജിൻസും മറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല പണിപ്പെട്ടിട്ടാണ് സിനിമ എടുത്തേക്കണം എന്നുള്ളൊരു കാര്യം മുമ്പേ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല എന്നുള്ളതാണ് സത്യം. എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും അവസാനം ഇന്ത്യൻ സിനിമയല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ വരൂ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക സിനിമ കാണാൻ പോകുന്ന സമയത്ത്. പക്ഷേ സിനിമയിലുള്ള ഓരോ സീക്വൻസുകളാണെങ്കിലും അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ട് അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയാണെങ്കിലും ഇപ്പോൾ ഒരു ഡ്രോൺ പോലത്തെ സാധനം പറന്നു പോകുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഫിക്ഷനായിട്ട് തോന്നില്ല.
കാരണം ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ ഇങ്ങനെ ഒരു സീൻ കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനം ഇപ്പോൾ അയൺമാൻ പറന്നു പോകുന്ന സമയത്ത് നമുക്കത് എന്തുകൊണ്ടാണ് ഫിക്ഷൻ ആയിട്ട് തോന്നാത്തത്? അത്ര നന്നായിട്ട് ആ ഒരു സീൻ എടുത്തു വെച്ചതിനോട് തന്നെയാണ്. അതിനൊരു റീസൺ ഉണ്ട്, അയൺമാൻ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പ്രഭാസിന്റെ ക്യാരക്ടർ പറക്കുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിന്റെ ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും സിനിമയിലുള്ള ഓവറോൾ ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ കാലഘട്ടം കൃത്യമായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അത്രയും കൺവിൻസിംഗ് ആയിട്ട് തോന്നണേ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. കാരണം 700 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കഥ നടക്കുന്നതെന്നുള്ളൊരു കാര്യം ഒരു വേൾഡ് ബിൽഡിംഗ് നടത്തിക്കൊണ്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് ഈ സിനിമ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. എക്സെപ്റ്റ് 1-2 ക്രിഞ്ച് ഷോട്ടുകൾ, ക്രിഞ്ച് സീനുകൾ ഒഴുകി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രിഞ്ച് സീൻ വേണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിപ്പോയി. സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ തന്നെ പറയും ഇത് എന്തോന്ന് ക്രിഞ്ചാടേ എന്ന് പറയുന്ന 1-2 സീനുകളുണ്ട്. അത് ഒഴികെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം നല്ല സെറ്റ് പടം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് പോയി കാണേണ്ട ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ കണ്ടേക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്ററി പ്ലസ് മിത്തോളജി പ്ലസ് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് എടുത്ത് കാണിക്കുന്ന ഒരു ബ്ലെൻഡാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ. അത് വളരെ ജെനുവൻ ആയിട്ടും നീറ്റായിട്ടും പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എടുത്ത് പറയേണ്ടി പറ്റില്ല. ദുൽഖർ ഈ സിനിമയിലുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ അതൊരു സർപ്രൈസ് ആയിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ദുൽഖർ നമ്മൾ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഈ സിനിമയ്ക്കകത്തുണ്ട്. അത്രയും ഭയങ്കരമായിട്ടുള്ള റോളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഹി വാസ് നൈസ്. വിജയ് ദേവരക്കൊണ്ട ഉണ്ട്. വിജയ് ദേവരക്കൊണ്ടയുടെ ക്യാരക്ടർ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു അടിപൊളി ക്യാരക്ടർ ആയിരുന്നു പുള്ളി ചെയ്തായിരുന്നത്. ആൻഡ് അടിപൊളിയായിരുന്നു പടം. ഞാൻ പറയുക വെച്ചാൽ തിയേറ്ററിൽ പോയിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് പൈസ വസൂലെന്ന് തോന്നിയിരിക്കുന്ന ഒരു പടമാണ്. കാരണം ഇത്രയും നല്ലൊരു ക്വാളിറ്റി എങ്ങനെയാണ് ഒരു ഇന്ത്യൻ സിനിമയിലൊക്കെ ചെയ്യാന്നുള്ളൊരു കാര്യം നമ്മൾ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഡ്യൂൺ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് പല സ്റ്റാർ വാർസ് പോലുള്ള സിനിമകൾ കാണുന്ന സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും നമുക്കൊക്കെ എന്നാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുക. ഇനി എത്ര വലിയ ബഡ്ജറ്റ് മുടക്കാനായിട്ട് പ്രൊഡ്യൂസറെ കിട്ടിക്കഴിഞ്ഞാലും അതെങ്ങനെയായിരിക്കും നമ്മുടെ കഥയിലൊക്കെ ഈ അയൺമാനും മറ്റേതൊക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കോമഡി ആയിട്ട് തോന്നും അല്ലേ? ഇന്ത്യൻ സിനിമയിലൊന്നും സംഭവിക്കില്ല. നമുക്ക് മറ്റേ റൊമാൻസും സാധനങ്ങൾ ഷാരൂഖ് ഖാൻ്റെ അതൊക്കെയാണ് നമുക്ക് പറ്റുള്ളൂ എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മുടെ ഹിസ്റ്ററീനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് മിക്സറായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പുതിയ ബെഞ്ച് മാർക്ക് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ് കൽക്കി 2898 AD എന്ന് പറയുന്നത്. എനിക്ക് ഇത്രയും ഷോർട്ടായിട്ട് പറയാനുള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ് ടു നാഗ് അശ്വിൻ. കാരണം നാഗ് അശ്വിൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത രാജമൗലി എന്നല്ല ഞാൻ പറയുന്നത്, അടുത്ത നാഗ് അശ്വിൻ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് രാജമൗലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. പക്ഷേ നാഗ് അശ്വിൻ ഈ ഡയറക്ടർ എന്നുള്ള രീതിക്കും സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ 100% ജെന്യുവൻ ആൻഡ് നീറ്റായിട്ടാണ് ഈ പടം ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ഞാൻ പോയി കണ്ടത് വെറും ഒരു 2D സ്ക്രീനകത്തായിരുന്നു. 2D അറ്റ്മോസിലായിരുന്നില്ല ഞാൻ കണ്ടായിരുന്നത്. ആക്ച്വലി മലയാളത്തിലുള്ള ഇതിനകത്ത് അറ്റ്മോസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ 2Dയിലായിട്ട് പോയി കണ്ടായിരുന്നത്. ആ ക്വാളിറ്റിയിൽ തന്നെ ഞാൻ ഇത്രയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അറ്റ്മോസിലൊക്കെ കാണുന്ന സമയത്ത് എന്തായിരിക്കും ഈ പടത്തിൻ്റെ ഒരു ക്യാൻവാസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണാം. ഇപ്പോൾ തന്നെ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള ചാൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററിനെ കുറിച്ച് അറിയാത്തവർക്കോ അല്ലെങ്കിൽ മിത്തോളജിനെ അത്ര ദഹിക്കാത്ത ആൾക്കാർക്കോ ഇതെന്താ സീരിയലാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാൻ വളരെ നീറ്റായിട്ട് പറയട്ടെ, ഇങ്ങനെ ഒരു സാധനം ചെയ്തു വെക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ സിനിമയെ കൊണ്ട് സാധിക്കും. കാരണം ഇങ്ങനെ ഒരു മിത്തോളജി സെറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു യൂണിവേഴ്സ് കൊണ്ടുവരാനായിട്ടും കൽക്കി എന്ന് പറയുന്നത് ഒഫീഷ്യലി ഇറ്റ്സ് എ യൂണിവേഴ്സ്. കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്രയും നീറ്റായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമേനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് ആസ് എ റിവ്യൂവർ പറയാനായിട്ടുള്ളൂ. കാരണം അത്രയും നീറ്റായിട്ടാണ് ഈ സിനിമയുടെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ചെയ്ത് വെച്ചേക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. സിനിമ നിങ്ങൾ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ടു ലാൻസ് മെസ്സേജ് ഔട്ട്. ബൈ.